കുഴിമന്തി പ്രിയർക്ക് സ്വാദിഷ്ടമായ കുഴിമന്തി തീന്മേശയിലേക്ക് എത്തിക്കാൻ ഖലീഫ് മന്തി ഇവിടെ റെഡിയാണ്. ഇന്ന് ഇവിടുത്തെ രുചിക്കൂട്ടുകളുടെ പെരുമ പ്രേക്ഷകരിലേക്ക്. കോട്ടയത്ത് ചാലുകുന്ന് റോയൽ എൻഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സ്ഥാപനം. ഇനി കോട്ടയത്ത് നിന്നും ചാലുകുന്ന് വഴി കുമരകം റൂട്ടിലേക്ക് പോകുമ്പോൾ പാലം കയറുന്നതിന് മുമ്പ് റോയൽ എൻഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഇടതുവശത്ത് കുഴിമന്തി എഴുതിയ ഒരു ബോർഡ് കാണാം. ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചാലുകുന്ന് റോയൽ എൻഫീൽഡിന്റെ ഫ്രണ്ടിലുള്ള ഖലീഫ് മന്തി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇതിലേക്ക് തന്നെയാണ് മെയിനായിട്ടുള്ളത്. വേറെ വിഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നേരെ വീട്ടിലേക്ക് പോകും. ഇപ്പം കുഴിമന്തിയും അൽഫാമും ഒക്കെ അതിൻ്റെ റിയൽ ടേസ്റ്റിലൊന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഖലീഫ് മന്തി ഒരു ബെസ്റ്റ് ചോയ്സ് ആണെന്ന് തന്നെ പറയാം. ഇവിടുത്തെ കുഴിമന്തി കൊള്ളാമല്ലോ. ഇത് ഞാൻ പറഞ്ഞതല്ല, കഴിക്കാൻ വന്ന കസ്റ്റമേഴ്സ് പറഞ്ഞ അഭിപ്രായമാണ്. കുഴിമന്തി മാത്രമല്ല കേട്ടോ, അൽഫാം മന്തിയൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് വിഭവങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ കൊടുക്കുന്ന വിഭവങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ തൃപ്തി പിടിച്ചു പറ്റാൻ ഇവർക്ക് ഈ ഒരു സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡും ഫുള്ളി ഓപ്പൺ ആയ ഒരു കിച്ചൺ കയറുമ്പോൾ തന്നെ ഇവരുടെ സൈഡിലായിട്ട് വരുന്നുണ്ട്. കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന ഐറ്റംസ് അപ്പോൾ തന്നെ ലൈവായിട്ട് വെച്ചെടുക്കുന്ന ഈ സെക്ഷനാണ്. 3 ചിക്കൻ്റെ വിഭവങ്ങൾ ഇവിടെ ഗ്രില്ല് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. കസ്റ്റമേഴ്സ് ഇപ്പം വന്ന് ഓർഡർ കൊടുത്ത ചിക്കൻ്റെ തന്നെ 3 ഐറ്റംസ് ആണിത്. അപ്പം ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്ന പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാദിഷ്ടമായ 3 ചിക്കൻ്റെ വിഭവങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി ഇതിന് വേണ്ട റൈസ് എടുക്കുന്ന കാഴ്ചയിലേക്ക് പോകും. അപ്പോൾ 3 പ്ലേറ്റ് ഇവിടെ ഉണ്ട്. ആ പ്ലേറ്റിലേക്ക് റൈസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കാഴ്ചയാണ്. മന്തിക്കുള്ള റൈസ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലൂടെ നമുക്കത് കാണാം. മന്തി എടുത്ത് കിണർ പോലെ ഒരു ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് റൈസും അതേപോലെ തന്നെ മന്തിയെല്ലാം എടുക്കുന്ന നമുക്ക് കാഴ്ച വീഡിയോയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കസ്റ്റമർ ഓർഡർ ചെയ്ത സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. 3 പ്ലേറ്റ് റെഡിയാക്കിയിട്ട് അതിലേക്ക് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രില്ല് ചെയ്ത് നമ്മളിപ്പോൾ കണ്ട ചിക്കൻ, അതാണ് അൽഫാം മന്തി എന്ന് പറയുന്ന സാധനം ഇട്ടേക്കുകയാണ്. ഈ 3 പ്ലേറ്റിലേക്ക് അതെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്ന് മാറ്റിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇരിക്കുന്നത് ഗ്രീൻ പെപ്പർ മന്തിയാണ്. ഗ്രീൻ പെപ്പർ അൽഫാം മന്തി. പിന്നെ രണ്ടാമത്തെ നമുക്ക് ഇത് നോർമൽ മന്തി വരുന്നുണ്ട്. പിന്നെ ഒരു പ്ലേറ്റിൽ വരുന്നത് കാന്താരി മന്തിയാണ്. അത് കാന്താരി അൽഫാം മന്തി എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കൂടെ അലങ്കരിച്ച്, അതായത് കുക്കുംബറും സബോളയും ക്യാരറ്റും എല്ലാം വെച്ച് അലങ്കരിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊണ്ടുവന്ന് കൊടുക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. നമ്മൾ കഴിച്ചു നോക്കിയിട്ട് നല്ല അഭിപ്രായം പറയാൻ പറ്റുന്ന ഫുഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവർ തരുന്നത് ആ ഫുഡിൻ്റെ ടേസ്റ്റ്, ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നല്ല അഭിപ്രായം പറയാൻ പറ്റുന്ന തന്നെ ഫുഡാണ്. ഈ 3 മന്തി ഇവിടുത്തെ ഒരു സ്പെഷ്യലാണെന്ന് തന്നെ പറയാം. സെർവ് ചെയ്യാൻ നിൽക്കുന്ന ഒരു നേപ്പാളി ബായിയാണ്. പുള്ളിക്കാരനിപ്പം ഓർഡർ അനുസരിച്ച് കൊടുക്കുന്ന ഒരു കാഴ്ചയെന്ന് പറയാം. ഇപ്പോൾ താഴെ 2 കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ മേളിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതാണ് ഈ മേളിലോട്ട് കയറി പോകുന്നത്. അതൊരു ചെറിയ ക്യാബിൻ പോലെ ഇരുന്ന് കഴിക്കാനൊക്കെ വളരെ ഭംഗിയാണ്. അതാണിപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്ന കൂടുതലും യൂത്ത് അതേപോലെ യങ്സ്റ്റേഴ്സ് എല്ലാം കഴിക്കാനായിട്ട് എത്തുന്നുണ്ട്. ഇപ്പം എന്തായാലും ഇത് 2-3 യങ്സ്റ്റേഴ്സും വന്നിട്ടുണ്ട്. ഇവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അഭിപ്രായം ഒന്ന് നമുക്ക് കേട്ടാലോ. ഓക്കെ അല്ലേ? അപ്പം കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ ഒരു ചെറിയ അഭിപ്രായം ഒന്ന് കേട്ട് നോക്കാം. നിങ്ങൾ എന്താണ് ഓർഡർ ചെയ്തതെന്ന് പറയാം? അൽഫാം മന്തി അല്ലേ? കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഒരു അഭിപ്രായം ഒന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ ടേസ്റ്റ് ആയിട്ടൊന്ന്. ഓക്കെ. കൂടെയുള്ള സോസ് മയണൈസ് ഒക്കെ എങ്ങനെയുണ്ട്? അതിന്റെ ടേസ്റ്റ് ഒക്കെ ഇതുവരെ കഴിച്ചതിൽ ഡിഫറെന്റ് ടേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും? ബെറ്ററാണ്. ഓക്കെ. ഇവർ ഈ കുഴിമന്തിയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് ഇവരുടെ താഴത്തെ നിലയിലാണ്, അണ്ടർഗ്രൗണ്ട് എന്ന് പറയാം. അവിടെ ഇതേപോലെ ട്രഡീഷണൽ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കിണർ പോലെ നിർമ്മിച്ചിട്ടുണ്ട്.
ഇത്ര അടി താഴ്ച ഉള്ള ഒരു കിണർ, അതിലേക്ക് കുഴിമന്തി അതേപോലെ റൈസ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കുന്നത് ഇതിൻ്റെ അകത്താണ്. അപ്പം ദാണ്ട എന്നാ ഇവിടെ കാണുന്ന ആ കിണറിൻ്റെ അകത്തുനിന്ന് ഓൾറെഡി ഇവർ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുഴിമന്തി റൈസും അതിപ്പം എടുക്കുന്ന ഒരു കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാം. ഏറ്റവും താഴെ നല്ല കനലിൻ്റെ അകത്ത് റൈസ്, അതിന് മുകളിലാണ് ഈ മന്തി വരുന്നത്. അതിൻ്റെ ആവി കൊണ്ട് ഈ ഗ്രില്ല് പോലെ കണ്ടോ ഇതിൻ്റെ അകത്ത് കിടന്നാണ് ഇത് വേവുന്നത്. അപ്പോൾ ഈ ഒതൻറ്റിക് സ്പൈസസ് എല്ലാം ചേർത്തുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ആ രീതിയിൽ അവർ നിർമ്മിച്ചെടുക്കുന്നത്. ചിലയിടത്ത് ഇരുമ്പിൻ്റെയൊക്കെ തന്നെ സ്റ്റീം ചെയ്യുന്നൊരു വലിയ റെഡിമെയ്ഡ് കിണർ, അത് അതിൻ്റെ അകത്തൊക്കെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിലാണ് ഇങ്ങനെ നമുക്ക് ഇതേപോലെയുള്ള കാഴ്ച വരുന്നത്. അപ്പം ദാണ്ട റൈസ് എടുക്കുന്ന കാഴ്ചയാണ്. ആ റൈസ് എന്തായാലും ദാണ്ട എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം കണ്ട, അതിൻ്റെ അകത്ത് ആ സ്പൈസസ് എല്ലാം കിടക്കുന്ന നമുക്ക് കാണാം. ഇനി ദാണ്ട മന്തി, ഇതാണ് വളരെ കളർഫുൾ. ആ ഒരു കളറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും. ഇപ്പം എന്തായാലും ഇനി ആ റൈസ് ഇനി ഇളക്കുന്ന ഒരു കാഴ്ചയിലേക്ക് പോവുകയാണ്. റൈസ് നല്ലവണ്ണം ഇനി ഇളക്കി മറിക്കണം. അത് താഴേന്ന് മേളിലോട്ട് ഇങ്ങനെ മറിച്ച് കൊടുക്കണം. ഇവിടെ ഇപ്പം നമ്മൾ കണ്ട റൈസും മന്തി എന്ന് പറഞ്ഞാൽ ഓർഡർ കിട്ടിയതിനനുസരിച്ച് റെഡിയാക്കിയതാണ്. അത് 8 എണ്ണത്തിൻ്റെ ഒരു ഓർഡർ വന്നായിരുന്നു, അതിനനുസരിച്ച് ഇപ്പോൾ എടുത്തതാണ്. കടയിലേക്ക് നേരത്തെ തന്നെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കസ്റ്റമേഴ്സ് വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ കണ്ടതുപോലെ കുറച്ച് മന്തി പോരാ. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി കൂട്ടിയാണ് മന്തി അവർ റെഡിയാക്കുന്നത്. നമ്മളിവിടെ കണ്ടത് കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ. റൈസ് നല്ലവണ്ണം ഇളക്കി അപ്പം മൊത്തം അതിൻ്റെ പരിപാടി കഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ മന്തി ഇതെല്ലാം കൂടെ റൈസിന് മേളിലേക്ക് ഇങ്ങനെ അടുക്കി വെക്കും. മൊത്തം എനിക്കൊന്ന് 8 എണ്ണമായിരുന്നു. അതൊരു ഓർഡർ പാർട്ടി പറഞ്ഞതിനനുസരിച്ച് കിട്ടിയതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഒന്ന് ഷൂട്ട് ചെയ്തത്. ഈ 8 മന്തിയും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കും. അപ്പോൾ ഈ മന്തിയെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ആ റൈസിൻ്റെ മേളിലേക്ക് കൊണ്ടുപോയി വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ കാണുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ആ മന്തിയെല്ലാം എടുത്ത് ഇപ്പോൾ ഇതിൻ്റെ ആ ചെമ്പിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം മൊത്തം 8 എണ്ണം ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ചെമ്പിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. ചെമ്പ് മൂടിയിട്ട് പിന്നെയും ആ കിണറിൻ്റെ മേളിലോട്ട് അങ്ങ് എടുത്ത് വെക്കും. ഈ മൂടിയുടെ താഴെ ഈ കനലിൻ്റെ അകത്ത് ഇതിങ്ങനെ കിടന്ന് വീണ്ടും ചൂടായിട്ട് തന്നെ നിൽക്കും. ഇതിൻ്റെ ഇടയ്ക്കും കസ്റ്റമേഴ്സ് വളരെ ഹാപ്പി ആയിട്ട് തന്നെ വന്ന് പാഴ്സലൊക്കെ ഒരുപാട് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ കഴിക്കാൻ വന്ന രണ്ടുപേരുടെ ഒരു അഭിപ്രായം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എല്ലാ ആൾക്കാരും വന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അപ്പൊ ഇവിടെ രണ്ടുപേർ എത്തിയിട്ടുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഞങ്ങൾ കഴിച്ച മന്തിയിൽ വെച്ച് ഏറ്റവും നല്ല മന്തിയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ബേസിക്കലി മലപ്പുറക്കാരനാണ്. ഒരുപാട് മന്തി കഴിച്ചിട്ടുണ്ട്. അവിടെയുള്ള പല സംഭവങ്ങളും പല കടകളിലായിട്ട് പോയിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ കോട്ടയത്തിൻ്റെ ഒരു ഫുഡിനെ സ്നേഹിക്കുന്നവരുടെ കോട്ടയത്തിന് എന്തായാലും ഇത് ഒരു നല്ലൊരു ഫുഡ് തന്നെയാണ്. മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ കോട്ടയത്ത് കഴിച്ചത് വെച്ച് നന്നായിട്ട് തോന്നി. ചിക്കനൊക്കെ നല്ല വെൽ കുക്ക്ഡാണ്. മസാലയൊക്കെ നല്ല കൺസിസ്റ്റൻ്റ് ആണ്. ചിക്കൻ നല്ല വെൽ കുക്ക്ഡ് ജ്യൂസിയാണ്. അക്കമ്പനിമെന്റ്സ് എല്ലാം നല്ല ഓക്കെയാണ്. വെബ്ജിയോർ കഴിച്ചാൽ വീണ്ടും നമ്മൾ ഇവരുടെ മേളിലത്തെ ആ ഒരു ലൈവ് കിച്ചണിലേക്ക് വന്നു. ആ റൈസിൻ്റെ ചെമ്പ് ഒന്ന് മൂടി മാറ്റിയപ്പം ഈ അലുമിനിയം ഫോയിലിൻ്റെ അകത്ത് കുറച്ച് പീസൊക്കെ എനിക്ക് ഒന്ന് വെച്ചിട്ടുണ്ട്. ആ ചൂടിൻ്റെയും കാര്യങ്ങളും എല്ലാം കറക്റ്റാകാനാന്ന് തോന്നുന്നു. റൈസ് നല്ല ക്ലോസ് ലുക്കിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും അതേപോലെ ടേസ്റ്റുള്ള റൈസാണ് കേട്ടോ. നല്ല ഒതൻറ്റിക് സ്പൈസസ് എല്ലാം കൂടെ വരുന്ന വളരെ ആസ്വാദ്യകരമായ രുചിയിലുള്ള ഒരു ഭക്ഷണമെന്ന് പറയാം. ഈ കിച്ചണിൽ നിൽക്കുന്ന ബായി അവിടെ പാഴ്സൽ എടുക്കുകയാണ്. പാഴ്സലൊക്കെ എനിക്ക് തോന്നുന്നു ന്യായമായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞത്, സത്യസന്ധമായ അഭിപ്രായം തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു 3-4 പേര് കൂടി ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ റൈസ് അത്യാവശ്യം ബാക്കി വന്നാൽ അത് പാഴ്സൽ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ കവറിൻ്റെ അകത്തായി പാഴ്സലാക്കി തരും. അതാണ് ഈ കാണുന്നത്. ഇവർ ആ ഗ്രില്ല് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ കരിയിട്ടിട്ടാണ് അത് ആ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ കരിയുടെ ചാക്കിൻ്റെ അകത്ത് അവർ വെച്ചിട്ടുണ്ട്. അതാണ് പാഴ്സൽ പോകാനുള്ള സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സൊമാറ്റോ ഫുഡ് ഓൺലൈൻ ഡെലിവറി, സ്വിഗ്ഗി ഉണ്ടെന്ന് തോന്നുന്നു. സൊമാറ്റോയാണ് മെയിനായിട്ട് വരുന്നത്. ഇവരുടെ മെനു കാർഡാണ്. അതിൻ്റെ അകത്ത്
മെയിൻ ഐറ്റംസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റ് നമ്മൾ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വളരെ ക്ലീൻ നീറ്റായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അത് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവരുടെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ആ നമ്പറിൽ ഒന്ന് വിളിക്കണം. അപ്പോൾ ഇവരുടെ ഫുഡ് ഡെലിവറി കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞു തരും. യാത്ര ചോദിക്കുകയാണ് ഇവിടുന്ന്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വരും. അപ്പോൾ എന്തായാലും തൽക്കാലം ഒന്ന് ഗുഡ് ബൈ പറയുകയാണ്.